മാറാത്തത് മാറും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ബി.ജെ.പിയുടെ തിരുവനന്തപുരത്ത് രാജേഷ് മേയർ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ശ്രമങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാനാകില്ല. പക്ഷേ ഒരു ഭരണാധികാരിക്ക് വേണ്ടത് 3 കാര്യങ്ങളുണ്ടെങ്കിലേ ഭരണാധികാരി സക്സസ് ആവുള്ളൂ. രാജേഷിൻ്റെ നേതാവ് മോദിയൊക്കെ സക്സസ് ആവുന്നത് അങ്ങനെയാണ്. 3 കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന്, അദമ്യമായ ആഗ്രഹം, ഒടുങ്ങാത്ത ആഗ്രഹം. തൻ്റെ ഭരണകാലയളവിൽ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നടക്കണം എന്നുള്ള ആഗ്രഹം മാത്രം മതി, അല്ലാതെ വേറെ ഒരായുധവും വേണമെന്നില്ല. രണ്ടാമത്, ആ ആഗ്രഹം സാധിക്കാനുള്ള ആശയങ്ങൾ, അതാണ് വളരെ പ്രധാനം. ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഈ ആഗ്രഹം എങ്ങനെ സാധിക്കാം, അതിനുള്ള ശക്തമായ ആശയങ്ങൾ, സോളിഡായിട്ടുള്ള ആശയങ്ങൾ. സോളിഡ് ആശയം വന്നാൽ ആശയത്തിൽ നിന്ന് പ്രോജക്റ്റ് വരും, പദ്ധതികൾ വരും. പിന്നെ അത് നടപ്പിലാക്കാനുള്ള ടൂൾസ്, ഉദ്യോഗസ്ഥരായിരിക്കും, സാങ്കേതികവിദ്യയായിരിക്കും, ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും, അതിനുള്ളൊരു ടൂൾസ്. ഈ 3 ഘടകങ്ങളുണ്ടെങ്കിൽ ഭരണാധികാരിക്ക് ജയിക്കാം. ഒന്നാമത്തെ കാര്യം, ആഗ്രഹം ഭരണാധികാരി തന്നെ ഉണ്ടാക്കിയേ പറ്റൂ, വേറെ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതേസമയം രണ്ടാമത്തെ കാര്യം, നല്ല ഭരണാധികാരിയാണെങ്കിൽ രാജ്യത്തെ ടെക്നിക്കൽ എക്സ്പെർട്ടുകളെ കൂടെ നിർത്തും. അണിയറയിലാണ്, അല്ല അരങ്ങത്തില്ല. അരങ്ങത്ത് ഭരണാധികാരികളെ തന്നെ നിൽക്കും. അണിയറയിൽ വളരെ കൃത്യമായ എക്സ്പെർട്ടുകളുടെ ഒരു സംഘം പ്രവർത്തിക്കാനുണ്ടാവും. മൂന്നാമത്, ഈ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നത് ഉദ്യോഗസ്ഥ സംവിധാനം, മറ്റ് ടെമ്പററി സംവിധാനം, പെർമനൻറ്റ് സംവിധാനം, ഇതെല്ലാം കൂടി ആവശ്യമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 1/4 ഭാഗം സൗണ്ടാണ്. രാജേഷിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അതിൽ അദ്ദേഹം വിജയിക്കുന്നുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ആശയങ്ങൾ കൊടുക്കുന്ന സംവിധാനം അദ്ദേഹത്തിനില്ല. കൊടുക്കുന്ന ആശയങ്ങളൊക്കെ പൊട്ടൻ ആശയങ്ങളാണ്, കിട്ടുന്ന ആശയങ്ങളെല്ലാം വളരെ പൊട്ടൻ ആശയങ്ങളാണ്. കാര്യം അദ്ദേഹം പലതും നടപ്പിലാക്കുന്നത് പൊട്ടത്തരമാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ സംഘടനാ സംവിധാനമില്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ ആളുകളാണ് കൂടുതൽ ഇപ്പോൾ കോർപ്പറേഷനിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥ സംവിധാനമില്ല. അവർ ഇയാളായതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സർവ്വ വലിയ ജനാധിപത്യ വർത്തമാനമൊക്കെ ആയതുകൊണ്ട് അവരിയ്ക്കുന്നു എന്നുള്ളതല്ലാതെ അവരുടെ മറ്റ് സത്യസന്ധതയെ സംബന്ധിച്ച് പ്രശ്നമുണ്ട്. എന്നാൽ അവരെയൊക്കെ മാറ്റി ബി.ജെ.പിക്കാരെ കൊണ്ടിരുത്താൻ പറ്റുമോ? അതും പറ്റുകയില്ല. അപ്പോൾ അങ്ങനെ മാറ്റിയിരുത്താൻ പറ്റത്തില്ലല്ലോ. പിന്നെ ആകപ്പാടെ ചെയ്യാൻ പറ്റുന്നത് ഈ ഗവൺമെൻറ്റിനെ സമീപിച്ച് പല ആളുകളെ ട്രാൻസ്ഫർ ചെയ്യാം. എന്നാലും വരുന്നത് ചിലപ്പോൾ കോൺഗ്രസ്സുകാരായിരിക്കും. അങ്ങനെയും ചില പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഇവിടെ മാലിന്യം വലിച്ചെറിയുന്ന വലിയൊരു സംഘമുണ്ട്. ചാലയിൽ, ഞാൻ രാജേഷിൻ്റെ അറിവിലേക്കാണ് ഇതൊക്കെ പറയുന്നത്, ചാലയിൽ അത്യാധുനികമായ ഒരു പ്ലാന്റ്, സിംഗപ്പൂർ മോഡലിലുള്ളൊരു പ്ലാന്റ് കൊണ്ടുവരാൻ ശുചിത്വ മിഷൻ തീരുമാനിച്ചു നേരത്തെ. അന്ന് എം കെ മുനീറാണ് മന്ത്രി. ഡോക്ടർ ജോർജ് ചാക്കച്ചേരി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഇപ്പോൾ മറ്റൊരു ഫേമിൽ വർക്ക് ചെയ്യുന്നു, റിട്ടയർ ആയതിനു ശേഷം. അദ്ദേഹമായിരുന്നു അന്ന് എൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അന്ന് ഞാനും ഈ സിസ്റ്റത്തിലുള്ളത് കൊണ്ട് ഞങ്ങൾ ഒരുപാട് ക്യാമ്പയിൻ, നല്ല നാട് നല്ല വെള്ളം എന്നൊക്കെ പറഞ്ഞ് ക്യാമ്പയിനൊക്കെ എടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ആ പ്രോജക്റ്റ്. ചാലയ്ക്കകത്ത് തന്നെ, ചാലയുടെ സമീപത്ത് തന്നെ മനോഹരമായൊരു ഫാക്ടറി കൊണ്ടുവരുന്ന പ്രോജക്റ്റായിരുന്നു. പക്ഷേ ആ പ്രോജക്റ്റ് എയറിൽ കയറിയില്ല, ഓൺ എയർ ആയില്ല. അതിനു മുമ്പേ ഗവൺമെൻറ്റുമൊക്കെ മാറി. പിന്നെ വന്ന് ഗവൺമെൻറ് അത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ എന്തായാലും മാലിന്യ സംസ്കരണം ഒരു കീറാമുട്ടിയാണ്, വലിയ പ്രതിസന്ധിയാണ്. അങ്ങനെ പ്രതിസന്ധിയായിട്ട് നിൽക്കുമ്പോൾ വി രാജേഷിനോട് തന്നെ വീണ്ടും ചോദിക്കേണ്ടി വരുന്നു. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കണം. അതാണല്ലോ ഒരു വില്ലൻ, ഏറ്റവും വലിയ വില്ലൻ പ്ലാസ്റ്റിക് ആണല്ലോ. ഇത് കെട്ടിയിടൽ, കൊണ്ടുകൊടുക്കൽ. അത് കുറയ്ക്കാൻ എന്ത് ചെയ്തു കോർപ്പറേഷൻ? ചെയ്യേണ്ടത് ഇതാണ്. ഞാൻ പറഞ്ഞ ആശയമാണല്ലോ അടുത്ത് വേണ്ടത്. ഒന്ന്, കുടുംബശ്രീയെ കൊണ്ടും മറ്റ് സംവിധാനങ്ങളെ കൊണ്ടും മാക്സിമം തുണിസഞ്ചി തയ്പ്പിക്കണം. അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യണം. ബനിയൻ ക്ലോത്തൊക്കെ കോയമ്പത്തൂരിൽ വളരെ വിലക്കുറവാണ്. 5 രൂപയ്ക്ക് ബനിയൻ കൊടുക്കാമെന്ന, 10 രൂപയ്ക്ക് ഡൽഹി പോയാൽ ബനിയൻ കിട്ടും. ടീഷർട്ട് ഇട്ട് 10 രൂപയേ ഉള്ളൂ. ദസ്ക 10 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ 10 രൂപയ്ക്ക് ബനിയൻ അടിക്കാൻ പറ്റുമെങ്കിൽ 5 രൂപയ്ക്ക് കിട്ടുന്ന സഞ്ചി ചെയ്യാൻ പറ്റും. 1 രൂപയ്ക്കും സഞ്ചി ചെയ്യാൻ പറ്റും. തമിഴ്നാട്ടിലെ ഒരു കടൽ തീരത്ത് ചെന്ന്, ചെന്നൈ കടൽ തീരത്ത് ചെന്നാൽ ഒരു ഡോൾഫിൻ റിപ്പോർട്ട്, ഒരു ഡോൾഫിനാണ്. ആ ഡോൾഫിൻ്റെ വായ്ക്കകത്ത് കൂടെ ഒരു പ്ലാസ്റ്റിക് കുപ്പി, നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി അകത്തിട്ടാൽ സെക്കൻഡുകൾക്കുള്ളിൽ അതിൽ നിന്ന് ഒരു തുണി സഞ്ചി ഇറങ്ങി വരും. അതൊക്കെ ആലോചിക്കണമെന്നേ രാജേഷ്. അപ്പോൾ തുണിസഞ്ചി വളരെ വ്യാപകമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം തിരുവനന്തപുരത്ത്. പേപ്പർ ബാഗ്, തിരുവനന്തപുരത്ത് കേരളത്തിൽ പേപ്പർ ബാഗ് ഉണ്ടാക്കുന്ന ഒരു വലിയ മനുഷ്യൻ ചിറയൻകീഴ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടെന്നാണ്, ജീവിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിലും നല്ല പ്രായമായി കാണും. ഞാനൊരു 10-15 വർഷം മുമ്പാണ് പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നത്. ഞാൻ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഞാനും പരാജയപ്പെട്ടു, അദ്ദേഹവും പരാജയപ്പെട്ടു.
അദ്ദേഹം കോയമ്പത്തൂർ പോയി SKN എന്നോ മറ്റാണ് അതിൻ്റെ പേര്, കമ്പനിയുടെ പേര്. അത് നമുക്ക് നെറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും. ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങൾക്ക് പേപ്പർ കയറ്റുമതി ചെയ്യുകയും പേപ്പർ ബാഗ് കയറ്റുമതി ചെയ്യുകയും പേപ്പർ ബാഗിൻ്റെ മെഷീൻ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് പുള്ളി. 3 ലക്ഷം രൂപ മറ്റാണ് മെഷീൻ്റെ വില അന്ന്. ഇപ്പോൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. നല്ല ട്രെയിനിങ് തരും അവർ. അപ്പോൾ പേപ്പർ ബാഗും പേപ്പർ കപ്പും പേപ്പർ പ്ലേറ്റും പേപ്പർ പെൻ കൊണ്ടുണ്ടാക്കുന്ന പരമാവധി ഉൽപ്പന്നങ്ങളുടെ പ്രോഡക്റ്റ് യൂണിറ്റുകൾ തിരുവനന്തപുരത്ത് ഉണ്ടാക്കണം. ജൂട്ടിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. വാഴയില നന്നായി പ്രൊമോട്ട് ചെയ്യണം. വാഴ, അപ്പോൾ വാഴയിലയുടെ ഉപയോഗം അത് പ്രൊഫഷണലായി വാഴയില വെട്ടി ചെത്തി കൊടുക്കുന്ന യൂണിറ്റുകൾ തുടങ്ങണം. കറക്റ്റായിട്ട് പ്ലേറ്റിൻ്റെ കണക്കിൽ വാഴയില കെട്ടി കറക്റ്റാക്കി കൊടുക്കുന്ന യൂണിറ്റുകൾ തുടങ്ങണം. ഇത്തരത്തിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, പിന്നെ ജൂട്ട്, വാഴനാരിൽ നിന്നൊക്കെ നല്ല ബാഗ് ഉണ്ടാക്കാം. അങ്ങനെ എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഏജൻസികൾ ഇപ്പോൾ ഉണ്ട്. അവരെ പ്രൊമോട്ട് ചെയ്യണം. പുതിയ ഏജൻസികൾ തുടങ്ങണം. എക്കോ ഫ്രണ്ട്ലി ഷോപ്പുകൾ വ്യാപകമാക്കണം. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ പറ്റും. അല്ലാതെ ആളുകളോട് പ്ലാസ്റ്റിക് വാങ്ങിക്കരുതെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പാള വലുതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നല്ല മോഡലിൽ പാളയുടെ ബാഗൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ എക്കോ പ്രോഡക്ട്സ് ഉണ്ടാക്കണം. ഫാക്ടറികൾ നിർബന്ധമായും മാലിന്യ സംസ്കരണത്തിന് ഫാക്ടറി ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ ഗൂണ്ടായുസ് അവസാനിപ്പിക്കാനുള്ള കർശനമായ നിയമങ്ങൾ ഉണ്ടാവണം. ആളുകൾ വലിച്ചെറിയരുതെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ധാരണ കോർപ്പറേഷൻ ഉണ്ടാക്കണം. വീടുകളിൽ സംബന്ധിച്ച് പൈപ്പ് കമ്പോസ്റ്റ് എന്നും കലം കമ്പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ കുഴിച്ചിടുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ പബ്ലിക്കിലേക്ക് വരുന്ന, റോഡിൽ വരുന്ന, പറമ്പിൽ പുഴയിൽ വരുന്ന, നദിയിൽ വരുന്ന മാലിന്യങ്ങൾ, അല്ലെങ്കിൽ റോഡിലെത്തുന്ന മാലിന്യങ്ങളെ കൃത്യമായി കളക്ട് ചെയ്ത് അത് കമ്പോസ്റ്റ് ചെയ്ത് അതിനെ അടുത്ത പ്രോസസ്സിലേക്ക് കൊണ്ടുപോകാനുള്ള ഫാക്ടറികളും യൂണിറ്റുകളും, പാറ്റിങ്ങിലാണെങ്കിൽ പിന്നെ ഈ മണ്ണിര കമ്പോസ്റ്റിൻ്റെ പരിപാടിയുണ്ട്, ബയോഗ്യാസിൻ്റെ പരിപാടിയുണ്ട്. പലയിടത്തും പല പരിപാടികളുണ്ട്. കേരളത്തിൽ CFCകളുണ്ട്, കളക്ഷൻ ഫെസിലിറ്റി സെൻ്ററുകളുണ്ട്. അങ്ങനെ ഒത്തിരി സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു മെഗാ പ്രോജക്റ്റായി തന്നെ തിരുവനന്തപുരത്തെ മാലിന്യ സംസ്കരണം നടക്കണം. ഇനി നടക്കേണ്ട രണ്ടാമത്തെ കാര്യം, രാജേഷ് ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ IEC ആൻഡ് BCC ആക്ടിവിറ്റി ഉണ്ട്. IEC എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റി. അതായത് ആളുകൾക്ക് ഇതിനെ സംബന്ധിച്ച് വളരെ ചിലത് ഉപയോഗിക്കുന്നതും ചിലത് ഉപയോഗിക്കാതിരിക്കുന്നതും വലിച്ചെറിയുന്നതിനൊക്കെ സംബന്ധിച്ച് കൃത്യമായ ഇൻഫർമേഷൻസ് സയൻറ്റിഫിക്കായത് ആളുകൾ കൊടുക്കണം. അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കണം, അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതാണ് IEC. എഡ്യൂക്കേറ്റ് ചെയ്യണം അവരെ, ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഒരു BCC ഉണ്ടാവണം. BCC എന്ന് പറഞ്ഞാൽ ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആളുകളുടെ സ്വഭാവത്തിൽ കർശനമായ മാറ്റം കൊണ്ടുവരാനുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സ് കൂടി ആരംഭിക്കണം. അതൊരു മാസ് എഡ്യൂക്കേഷനാണ്. കുട്ടികളുടെ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കാം, കോളേജിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാം, സ്കൂളിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാം, പബ്ലിക്കിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാം. മേയർ ഒന്ന് ഇറങ്ങി നിന്നാൽ, ബ്രോ ആണ് മേയർ, പ്രളയകാലത്ത് പ്രശാന്ത് ഇവിടെ കാണിച്ചതാണ് ഈ വിഷയങ്ങൾ. നിങ്ങളൊന്ന് ഇറങ്ങിക്കൂ മേയർ, നിങ്ങൾ സെലിബ്രിറ്റിയാണ്. നിങ്ങൾ തിരുവനന്തപുരത്തിനെ യൂത്തിനെയും കുട്ടികളെയും വിളിച്ചു കൂട്ടൂ. അവർ ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും.